ലെറ്റ്സ് കുക്ക് വെജിറ്റബിൾ കറി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചോറിൻ്റെ കൂടെ കൂട്ടിപ്പിടിക്കാനുള്ളൊരു വെജിറ്റബിൾ കറിയാണ്. അപ്പോൾ അതിനാവശ്യമായ വെജിറ്റബിൾസാണ് ഇതായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം അടുപ്പ് കത്തിച്ചിട്ട് ചട്ടി വയ്ക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ എല്ലാം അതിലേക്ക് ഇടുക. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും അതിലിടാം. അതിനുശേഷം നമ്മൾ ഇതിന് ആവശ്യമായ വെള്ളം ആഡ് ചെയ്യാം. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഉപ്പിങ്ങനെ കറക്കി അങ്ങോട്ട് ഇടുക. പിന്നെ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, കൂടി പോകരുത്. അതിനുശേഷം മഞ്ഞൾപ്പൊടിയും കൂടെ കുറച്ചിങ്ങനെ അങ്ങ് വിതറുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് അങ്ങ് വേവിക്കുക. ഇത് വേവുമ്പോഴത്തേക്ക് നമ്മൾ ഇതിന് വേണ്ടുന്ന മിക്സ് തയ്യാറാക്കുക. എന്നിട്ട് അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഉപ്പൊന്ന് ചെറുതായിട്ടൊന്ന് മാറി വിതറുക. എന്നിട്ട് അതിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം. ഇനി കറിയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ ഇതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഇത് ഓഫ് ചെയ്ത സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കടുകൊന്ന് വറുക്കാം. അപ്പോൾ അങ്ങോട്ട് എണ്ണ എടുക്കുക, അതിലോട്ട് നമ്മുടെ കടുക് ഇടുക, അങ്ങോട്ട് പൊട്ടിക്കുക. അതിനുശേഷം കൊച്ചുള്ളി ഇടുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കാം. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വറ്റൽമുളകും കൂടി ഇടുക. അതും നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ കറി ഏകദേശം ഒന്നായി സെറ്റായിട്ടുണ്ട്. അതിലോട്ട് ഈ കടുക് വറുത്തത് അങ്ങോട്ട് നൈസായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം കാണാൻ തന്നെ എന്താ ഒരു ഭംഗി. എന്നിട്ടത് വീണ്ടും ഒന്ന് നന്നായിട്ട് ഒന്ന് പരത്തി ഒന്ന് കൊടുക്കുക. മേളിലെല്ലാം ഒന്ന് സ്പ്രെഡ് ആവുന്ന രീതിയിൽ. അതാ നമ്മുടെ വെജിറ്റബിൾ കറി റെഡി. എല്ലാവരും അപ്പം ഇതുപോലൊരു വെജിറ്റബിൾ കറി ഉണ്ടാക്കി നോക്കൂ. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.